കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മുഖം കണ്ടാൽ താരത്തെ തിരിച്ചറിയാൻ സാധ്യതയില്ല. മറിമായം കാണുന്നവർക്കും താരത്തെ മനസ്സിലാകും. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഉലഹനാൻ എന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന സിസിലി എന്ന LD ക്ലർക്കിനെ സിനിമ കണ്ടവർ മറക്കില്ല. ഉലഹന്നാന്റെ സാമീപ്യമായിരുന്നു സിസിലിയുടെ സന്തോഷം. ചിത്രത്തിലെ സിസിലി അതിമനോഹരമായി അവതരിപ്പിച്ച മഞ്ജു സുനിൽ തന്റെ അനുഭവങ്ങൾ പറയുന്നു. മരിക്കുന്നതിന് മുൻപ് മോഹൻലാലിനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. പോയ വർഷം കൊച്ചിയിലെ ഓബ്രോൺ മാളിൽ ലാലേട്ടന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ ഞാൻ കാണാൻ ചെന്നു. മുഖം കാണാൻ പറ്റിയില്ല. വെള്ള പാൻറിട്ട കാൽ മാത്രമാണ് കണ്ടത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ സംവിധായകൻ ജിബു സാർ വിളിച്ചത്. അത് സ്വപ്നമാണോ എന്ന് തോന്നിപ്പോയി എന്ന് മഞ്ജു പറയുന്നു. അങ്ങനെ ഇരിക്കെ താനും സുനിച്ചേട്ടനും സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി. കൈമുട്ടും കവിളും കീറിപ്പോയി. ഷൂട്ടിങ്ങിന് 2 ആഴ്ച മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ലാലേട്ടനൊപ്പമുള്ള അവസരം കൈവിട്ടു പോയെന്ന് വിചാരിച്ചു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഷൂട്ടിങ്ങിന് 10 ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു. ആക്സിഡന്റ് വിവരം പറഞ്ഞപ്പോൾ വന്നു കാണാൻ സംവിധായകനാണ് പറഞ്ഞത്. കോഴിക്കോട് വന്ന് മേക്കപ്പ് ടെസ്റ്റ് നടത്തി. മുഖം നീര് വന്ന് കരുവാളിച്ചിരുന്നു. അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്ത് കളർ ടോൺ ചെയ്തു. ഷൂട്ടിങ്ങിന്റെ തലേന്നാണ് ലാലേട്ടനെ നേരിട്ട് കണ്ടത്. പേടിച്ച് അടുത്തു ചെന്നപ്പോൾ ആക്സിഡന്റിന്റെ കാര്യമെല്ലാം തിരക്കി. ഒക്കെ ശരിയാകും, ധൈര്യമായിരിക്കാൻ പറഞ്ഞു. കോമ്പിനേഷൻ ഷോട്ടിനിടയിൽ ചോദിക്കും, സത്യം പറ, കെട്ടിയോൻ തന്നെ വണ്ടിയിൽ നിന്ന് തെള്ളിയിട്ടതല്ലേ എന്നൊക്കെ. ഷൂട്ടിംഗ് കാലം അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയി. ആ തിരക്കിനിടയിൽ ലാലേട്ടന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനോ ഓട്ടോഗ്രാഫ് വാങ്ങാനോ കഴിഞ്ഞില്ല. അപ്പോഴും ലാലേട്ടന്റെ കയ്യിൽ ഉമ്മ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നതാണ് സന്തോഷം. കയ്യിൽ ചുംബിക്കുന്ന സീൻ കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇനി ഞാൻ ഈ കൈ കഴുകുന്നില്ല എന്നൊക്കെ. ലാൽ സാറിന്റെ ആരാധികയായ എനിക്ക് ഇതൊക്കെ വലിയ അംഗീകാരമാണ്, മഞ്ജു പറഞ്ഞു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ABC മലയാളം.